അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023 നടന്ന 12ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് 12ാം ക്ലാസ്സിലെ 4 വിഷയങ്ങളും പരീക്ഷയ്ക്ക് വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറിൽ ആദ്യത്തെ ഭാഗം നൂസിലു ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. സിത്തത്തുൻ, സലാസത്തുൻ, ഹംസത്തു വസ്ലിൻ, മലക്കിയുൻ, ഹംസത്തു ഖത്ഇൻ, മലക്കിയുൻ, ഇസ്ഹാഖ്. താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഉത്തരത്തോടുകൂടി നമുക്ക് നോക്കാം. ചോദ്യം 1, ഹംസത്തു ഇസ്തിഖ്റാജ്. ഇസ്തിഖ്റാജിലുള്ള ഹംസ് എന്താണ്? അതിൻ്റെ ഉത്തരം ഹംസത്തു വസ്ലിൻ എന്നതാണ്. ചോദ്യം 2, ഹംസത്തു അക്കല. അക്കല എന്നതിലുള്ള ഹംസ് എന്താണ്? ഹംസത്തു ഖത്ഇൻ. ചോദ്യം 3, ഗൈറു മുൻസരിഫിൻ. ഗൈറു മുൻസരിഫായ ഒരു പദം ഇസ്ഹാഖ് എന്നതാണ്. ചോദ്യം 4, അഖല്ലു അഹ്റുഫിൽ ഇസ്മി. ഇസ്മിൻ്റെ അർഫുകളിൽ ഏറ്റവും ചുരുങ്ങിയത് സലാസത്തുൻ. സലാസത്തുൻ 3 എണ്ണമാണ്. ചോദ്യം 5, അബ്നിയത്തുൽ ഇസ്മി റുബായിൽ മുജറദ്. റുബായി മുജറദായ ഇതിൻ്റെ അബ്നിയത്ത് എടുക്കൽ സിത്തത്തുൻ 6 എന്നതാണ്. ചോദ്യം 6, ഇദാ നസബ്ത ഇലാ മലിക്കിൻ തഖൂലു. ഉത്തരം മലക്കിയുൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുമയ്യിസു സ്വവാബ ബിഹാദിഹി സ്വഹീഹൻ. ശരിയായതിന് ശരി എന്ന അടയാളം വേർതിരിച്ച് നൽകുക. ചോദ്യം നോക്കാം. ചോദ്യം 1, മദ്ഹബു ഇബ്നു മാലിക്കിൻ. ഇബ്നു മാലിക്കിൻ്റെ മദ്ഹബ് ഹനഫിയുൻ, ഷാഫിഇയ്യുൻ, മാലിക്കിയുൻ. ഇതിൽ ഷാഫിഇയ്യുൻ എന്നതാണ് ശരി. ചോദ്യം 2, ഔസാനു ജംഉൽ ഖില്ലത്തി. ജംഉൽ ഖില്ലത്തിൻ്റെ വസ്നുകൾ അർബഅത്തുൻ എന്നതാണ് ശരി. ചോദ്യം 3, മിൻ ഔസാനി ജംഉൽ കസിറത്തി. ജംഉൽ കസിറത്തിൻ്റെ വസ്നുകളിൽപ്പെട്ടതാണ് ഫവാഇലുൻ എന്നതാണ് ശരി. ചോദ്യം 4, ലി വസ്നി ഫായിലിൻ അർബഉ ഹാലാത്തിൻ എന്നതാണ് അവസ്ഥകൾ. ചോദ്യം 5, തുൻസബു ഗൈറുൽ മുൻസരിഫി. ഗൈറു മുൻസരിഫിന് നസ്ബ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ്? ബിൽ ഫതഹത്തി. ഫതഹത്ത് കൊണ്ടാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുബയ്യിനു. നമുക്ക് വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, കൈഫിയത്തു തസ്ഗീരി ഇസ്മിൻ സുലാസിയിൻ. ഒരു സുലാസിയായ ഇസ്മിനെ തസ്ഗീർ ചെയ്യുന്നതിൻ്റെ രൂപം. ഉത്തരം സിയാദത്തു യാഇൻ സാക്കിനത്തിൻ ബഅദൽ ഹർഫി സാനിയ. രണ്ടാമത്തെ അക്ഷരത്തിനു ശേഷം സുക്കൂനായ യാഇനെ അധികരിപ്പിച്ച് നൽകുക. ചോദ്യം 2, അഖ്സാമുൽ മഹ്ദൂഫി ലിത്തർഖീമി. തർഖീമിന് മഹ്ദൂഫിൻ്റെ ഇനങ്ങൾ. ഉത്തരം 1, അയ്യക്കൂന ഹർഫൻ വാഹിദ. 2, അയ്യക്കൂന ഹർഫൈൻ. 3, അയ്യക്കൂന കലിമത്തൻ. ചോദ്യം 3, മത തജിബുർ റഫ്ഉ ലിൽ ഇസ്മി സാബിഖി ഫിൽ ഇഷ്തിഗാൽ. ഉത്തരം ഇദാ തഖദ്ദമ അലൽ ഇസ്മി അദാത്തുൻ ഖാസ്സത്തുൻ ബിൽ ഇബ്തിദാ. ചോദ്യം 4, തൻസിബുൽ ഇസ്മിൽ മുതഖദ്ദിമി ഫിൽ ഇഷ്തിഗാൽ അലാമ. ഉത്തരം അല അന്നഹു മഫ്ഊലു ഫിഇലിൻ മഹ്ദൂഫിൻ. ചോദ്യം 5,
ഇല്ലത്തു കൗനി സൽമ ഗൈറ മുൻസരിഫിൻ. ഉത്തരം അലിഫു തഅനീസി അൽ മഖ്സൂറ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുജീബു, നമുക്ക് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1, ഫീമ തദ്ഖുലു ഹംസത്തുൽ വസ്ലി മിനൽ അഹ്റുഫി. ഉത്തരം ഫി ലാമി തഅരീഫി. ചോദ്യം 2, കൈഫ തർഹീമു യാ ജഅഫർ. ഉത്തരം യാ ജഅഫു. ചോദ്യം 3, അൽ മുഖ്താറു ഫി തനാസുഇ ഇഅ്മാലുൽ അവ്വലി ഇൻദ മൻ. ഉത്തരം ഇൻദൽ കൂഫിയീന. ചോദ്യം 4, ഇല്ലത്താനി തഖൂമാനി മഖാമ ഇല്ലത്തൈനി മാഹുമാ. ഉത്തരം അൽ ജംഉ വ അലിഫ അത്തഅനീസി. ചോദ്യം 5, തസ്ഗീറു അബ്ദി ഷംസിൻ മാഹുവ. ഉത്തരം ഉബൈദു ഷംസ്. ചോദ്യം 6, അത്തർഹീമു മാഹുവ. ഉത്തരം ഹദ്ഫു ആഖിരിൽ ഇസ്മി തഖ്ഫീഫൻ. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1, ഇദാ റകിബ്തൽ അശറത മഅ അഹദിൻ അസ്ഖിതി താഅ മഅൽ മുദക്കരി. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അശറത്ത് എന്നതിനെ അഹദോടുകൂടി നീ മുറക്കബാക്കിയാൽ മുദക്കറോടുകൂടി താഇനെ നീ കളയുക. ചോദ്യം 2, യാ ആയിഷ ലാ തഖ്റുജി മിൻ ബൈതികി മിൻ ഗൈരി ഹാജത്തിൻ ശർഇയ്യ. ഉത്തരം ആയിഷ, നിന്റെ വീട്ടിൽ നിന്ന് ശർഇയ്യായ ആവശ്യം കൂടാതെ നീ പുറപ്പെടരുത്. ചോദ്യം 3, വൽ മുതല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: വിവാഹ മോചിതയായ സ്ത്രീ 3 ഹൈദിൽ നിന്ന് ശുദ്ധിയാവുന്നത് വരെ കാത്തിരിക്കണം. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ്. ഇവിടെ നമുക്ക് ചില ബൈത്തുകളാണ് പൂരിപ്പിക്കേണ്ടത്. 1, വമുൻതഹസ്മിൻ ഖംസുൻ ഇൻ തജറദ വഇൻ യുസ്ദു ഫീഹി ഫമാ സബ്അൻ ഗദാ. 2, ലിൽ വസ്ലി ഹംസുൻ സായിദുൻ ലാ യസ്ബുതു ഇല്ലാ ഇദാ ബതുദി അബിഹി കസ്തുബിതു. 3, സഗിർ സുലാസിയൻ ഫുഐലൻ വമതാ സാദ ഫുഐലൻ ഫുഐലൻ അതാ. ഇവിടെ വിട്ട ഭാഗങ്ങളെല്ലാം പൂരിപ്പിച്ചുകൊണ്ട് ബൈത്ത് പൂർത്തിയാക്കി എഴുതുക എന്നതാണ്. ചോദ്യത്തിൻ്റെ 7-ാമത്തെ ഭാഗം നക്തുബുൽ മായന, അർത്ഥം എഴുതുക എന്നതാണ്. നക്തുബുൽ മായന ബിൽ അറബി, അറബിയിൽ തന്നെ അർത്ഥം എഴുതുക. ചോദ്യം 1, അൽ ജഹ്മരിഷു, അതിൻ്റെ അറബിയിലുള്ള മറ്റൊരു പദമാണ് അൽ അജൂസുൽ കബീറ. ചോദ്യം 2, അൽ ജുഹ്ദുബു, അതിൻ്റെ ഉത്തരം അൽ ജറാദുൽ അഖ്ളറു. ചോദ്യം 3, അസ്സിബിരിജു അസ്സിബിരിജു, അതിൻ്റെ മറ്റൊരു പദമാണ് അസ്സീനത്തു. ചോദ്യം 4, ഖിതുറുൻ, അതിൻ്റെ മറ്റൊരു പദമാണ് അന്നുഹാസുൽ മുദാബ്. ചോദ്യം 5, അദ്ദുഇലു, അതിൻ്റെ അറബി മറ്റൊരു പദമാണ് ഇബ്നു ഉവി. ഇനി നമുക്ക് തഫ്സീറിൻ്റെ ചോദ്യപേപ്പർ അഥവാ തഫ്സീറിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. തഫ്സീറിലെ ചോദ്യപേപ്പറിലെ ചോദ്യഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗം
നൂസിലു ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ്. നമുക്കിവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാൻ കഴിയും. അൽ യാബിസത്തു, അൽ അദ്ഖാനു, ലഅഅമൈന, ഹസ്റത്തുൻ, ഖാമിദൂന, യസ്ബഹൂന. നമുക്ക് ഇതിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നമുക്ക് നോക്കാം. മുജ്തമഉൽ ലിഹ്യൈനി, ഉത്തരം അൽ അദ്ഖാനു. ചോദ്യം 2, സാകിതൂന, മയ്യിതൂന. അവിടെ ചേർക്കേണ്ട പദം ഖാമിദൂന എന്നതാണ്. ചോദ്യം 3, ഷിദ്ദത്തു തഅല്ലുമി, ഹസ്റത്തുൻ എന്നതാണ് ശരി. ചോദ്യം 4, യസീറൂന, യസ്ബഹൂന എന്നതാണ് ശരി. അൽ അർളുൽ മൈതത്തു, അതിനോട് യോജിച്ചത് അൽ യാബിസത്തു എന്നതാണ്. ചോദ്യം 6, ലതമസ്ന ഐ ലഅഅമൈന. ഇങ്ങനെയാണ് ശരിയായ രൂപത്തിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത്. ഇനി ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് നുമയ്യിസു സ്വവാബ ബിഹാദിഹി സ്വഹീഹൻ. ശരിയായതിന് ശരി എന്നുള്ള അടയാളപ്പെടുത്തി നൽകുക, വേർതിരിക്കുക. ചോദ്യം 1, മുൻബസൻ. ഇതിനോട് യോജിച്ച പദമാണ് മുൻതശിറൻ. ചോദ്യം 2, ആനിയത്തുൻ ലാ ഉർവത ലഹ വലാ ഖുർതൂമ. ഇതിനോട് യോജിച്ച പദമാണ് അക്വാബുൻ. ചോദ്യം 3, അൽ മസ്തൂറു ഫിസ് സദഫി. ഇതിനോട് യോജിച്ച പദമാണ് മക്നൂനുൻ. ചോദ്യം 4, മാ ഉൻ ഷദീദത്തുൽ ഹറാറത്തി. ഇതിനോട് യോജിച്ച പദമാണ് ഹമീമുൻ. ചോദ്യം 5, തഫക്കഹൂന. ഇതിനോട് യോജിച്ച പദമാണ് തഅജബൂന. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുബയ്യിനു, വ്യക്തമാക്കാം എന്നതാണ്. തഫാവുത്തുൻ, തഫാവുത്ത് എന്നാൽ വ്യക്തമാക്കാം. ഉത്തരം അദമു തനാസുബിൻ, അദമു തനാസുബിൻ. ചോദ്യം 2, റൗഹുൻ വറൈഹാനുൻ. ഇതിനെ വ്യക്തമാക്കാം. ഉത്തരം ഇസ്തിറാഹത്തുൻ വരിസ്ഖുൻ ഹസൻ. ചോദ്യം 3, കിതാബും മക്നൂൻ. ഇതിനോട് യോജിച്ച ഇതിൻ്റെ ഉത്തരമാണ് മസൂനുൻ മിനത്തഗയീരി വത്തബ്ദീലി. ചോദ്യം 4, യഹ്മൂം. അതിൻ്റെ ഉത്തരം ദുഖാനുൻ ഷദീദുസ്സവാദ്, ദുഖാനുൻ ഷദീദുസ്സവാദ്. ചോദ്യം 5, അസ്ഹാബുൽ മൈമന. ഉത്തരം സിൻഫുൻ അൻ യമീനിൽ അർഷി യഅ്തൂന കുതുബഹും ബിഐമാനിഹിം. സിൻഫുൻ അൻ യമീനിൽ അർഷി യഅ്തൂന കുതുബഹും ബിഐമാനിഹിം. ചോദ്യം 6, ഹൂറുൻ ഐൻ. അതിൻ്റെ ശരിയുത്തരം, അതിൻ്റെ ഉത്തരം ഹൂറുൻ ഐൻ എന്നാൽ വ്യക്തമാക്കാം. ഉത്തരം നിസാഉൻ ഷദീദാത്തുൻ സവാദിൽ ഉയൂനി വബയാദിഹ. നിസാഉൻ ഷദീദാത്തു സവാദിൽ ഉയൂനി വബയാദിഹ. ചോദ്യം 7, മാഇം മസ്കൂബ്. അതിൻ്റെ ഉത്തരം ജാരിൻ ദായിമൻ അലാ വജ്ഹിൽ അർളി ലൈസ ഫീ ഹുഫിരിൻ. ജാരിൻ ദായിമൻ അലാ വജ്ഹിൽ അർളി ലൈസ ഫീ ഹുഫിരിൻ. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗമാണ് നുജീബ്, ഉത്തരം എഴുതാം എന്നത്. ചോദ്യം 1, മുത്തറഫീന. മാ മഅന. മുത്തറഫീൻ എന്നതിൻ്റെ മഅന എന്താണ്? ഉത്തരം മുതനഈമീന ഗൈരി മുതഅദ്ദീന. ചോദ്യം 2, അന്നഷ്അത്തുൽ ഊല മാഹിയ.
ഉത്തരം ഖലഖ അബീകും ആദമ അനി തുറാബ് വഖലഖകും മിൻ നുത്ഫ. ചോദ്യം 4. അൽ മുഖവീനു മൻഹും, ആരാണ് മുഖവീൻ എന്നവർ? ഉത്തരം അൽ മുസാഫിറൂൻ, യാത്ര ചെയ്യുന്നവരാണ്. ചോദ്യം 4. ഫീമൻ നസല അവലം യറൽ ഇൻസാൻ, അവലം യറൽ ഇൻസാൻ, അവലം യറൽ ഇൻസാൻ എന്ന ഭാഗം ഇറങ്ങിയത് ആരിലാണ്? ഉത്തരം ഫിൽ ആസിബിന് വായിൽ, ആസിബിന് വായിലിൻ്റെ വിഷയത്തിലാണ്. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം നുഫസ്സിറു, നമുക്ക് തഫ്സീർ നൽകാം എന്നതാണ്. ചോദ്യം 1. ഇദാ വഖഅത്തിൽ വാഖിഅ, അതിൻ്റെ തഫ്സീറാണ് ഇദാ ഖാമത്തിൽ ഖിയാമ, ഇദാ ഖാമത്തിൽ ഖിയാമ. ചോദ്യം 2. ഫഇദാ ഹിയ തമൂർ, ഫഇദാ ഹിയ തമൂർ, അതിൻ്റെ തഫ്സീറാണ് നതഹറകു ബികും വതർതഫിഉ ഫൗഖകും. ചോദ്യം 3. ഫഹും മുഖ്മഹൂൻ, ഇതിൻ്റെ അറബി തഫ്സീർ റാഫിഊന റുഊസഹും ലാ യസ്തതീഊന ഹിഫ്ളഹ. ചോദ്യം 4. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ, അതിൻ്റെ തഫ്സീറാണ് സുൽസിലത്ത് സിൽസാലൻ ഷദീദ. ചോദ്യം 5. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ, ഇതിൻ്റെ തഫ്സീറാണ് നബാതൻ യാബിസൻ ലാ ഹബ്ബ ഫീഹി, നബാതൻ യാബിസൻ ലാ ഹബ്ബ ഫീഹി. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1. കഅംസാലിൽ ലുഇലുഇൽ മക്നൂൻ, കഅംസാലിൽ ലുഇലുഇൽ മക്നൂൻ, അതിൻ്റെ അറബി മലയാളത്തിലുള്ള അർത്ഥം ചിപ്പിയിൽ മറക്കപ്പെട്ട മുത്തുപോലെയുള്ള ഫമാലിഊന മിനൽ ബുത്തൂൻ, അതിൽ നിന്ന് അവർ വയറുകൾ നിറക്കുന്നവരാണ്. 3. അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, ഭൂമിയിൽ ഇടുന്ന വിത്തുകൾ മുളപ്പിക്കുന്നത് നിങ്ങളാണോ അതല്ല നമ്മളാണോ? ഭൂമിയിലിടുന്ന വിത്തുകളെ മുളപ്പിക്കുന്നത് നിങ്ങളോ അതല്ല നമ്മളോ? ചോദ്യത്തിൻ്റെ 4-ാമത്തെ നമ്പറിലുള്ളത് വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം പദ്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അത് നബിയോട് യോജിച്ചതുമല്ല. ചോദ്യത്തിൻ്റെ 7-ാമത്തെ ഭാഗം നക്തുബുൽ മാന ബിൽ അറബിയ, അറബിയിൽ അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1. ഫാക്കിഹൂന, അതിൻ്റെ അറബി പദമാണ് നാഇമൂന. ചോദ്യം 2. മഷ്ഹൂൻ, അതിൻ്റെ അറബിയിലുള്ള മറ്റൊരു പദമാണ് അല്ലെങ്കിൽ അർത്ഥമാണ് മംലൂഉൻ. ബസ്സൻ, അതിൻ്റെ മറ്റൊരു പദമാണ് തഫ്തീതൻ. ചോദ്യം 4. അബാരീഖു, അതിൻ്റെ അറബിയിലെ മറ്റൊരു പദങ്ങളായി വരുന്നതാണ് ആനിയത്തുൻ ലഹാ ഖുർത്തൂമുൻ വഉർവ, ആനിയത്തുൻ ലഹാ ഖുർത്തൂമുൻ വഉർവ. ചോദ്യം 5. നുഫൂർ, തബാഅദ അനിൽ ഹഖ്, തബാഅദ അനിൽ ഹഖ്. ഇനി നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ വരാവുന്ന രൂപം കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ഫിഖ്ഹിൻ്റെ
ചോദ്യപേപ്പറിലെ ആദ്യത്തെ ഭാഗം നൂസിലു ബിമാ യുനാസിബു. ഇവിടെ യോജിച്ചത് ചേർക്കാനുള്ളതാണ്. ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. റജുലാനി ലാ യൻഅഖിദു അർബഅതു റിജാലിൻ അശ്ശുഹൂദു ഇംറഅതാനി വയമീനുൻ യുസന്നു. നമുക്ക് ഓരോ പദങ്ങളെടുത്ത് നോക്കാം. ഓരോ വാചകത്തിൻ്റെ അർത്ഥങ്ങളായി വരുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യം 3, അൽ യമീനു ബിമഖ്ലൂഖിൻ. അതിൻ്റെ ഉത്തരമാണ് ലാ യനാഖിദു. ചോദ്യം 2, തഗ്ലീദുൽ യമീനി ഫി നികാഹിൻ. ഉത്തരം യുസന്നു. ചോദ്യം 3, അശ്ശഹാദതു ലിസുബൂതി സിനൻ. ഉത്തരം അർബഅതു റിജാലിൻ. ചോദ്യം 4, അശ്ശഹാദതു ലിസുബൂതി മാലിൻ. ഉത്തരം റജുലാനി. ചോദ്യം 5, അൽ ബയ്യിനാതു. ഉത്തരം അശ്ശുഹൂദു. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുമയ്യിസു അസ്സഹീഹ ബിഹാദിഹി സഹീഹൻ. ശരിയായതിന് ശരിയെന്ന് വേർതിരിച്ച് ടിക്ക് ചെയ്യുക. ചോദ്യം 1, അൽ ഫിഅലുൽ മുഖ്രിജു ലിർറൂഹി. ഉത്തരം സലാസത്തുൻ. ചോദ്യം 2, യജിബുൽ ഖിസാസു അലാമ. ഉത്തരം മുക്റഹിൻ. ചോദ്യം 3, ദിയത്തുൽ ആഖിദി. ഉത്തരം മുസല്ലസത്തുൻ. ചോദ്യം 4, മാലഹ അർബഉ സിനീന. ഉത്തരം ജദഅത്തുൻ. ചോദ്യം 5, ഫീ കുല്ലി ഇസ്ബഇൻ. ഉത്തരം അശറുൻ മിനൽ ഇബിലി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുജീബു, നമുക്ക് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1, തജിബു കഫാറത്തുൽ ഖത്ലി അലാമൻ. തജിബു കഫാറത്തുൽ ഖത്ലി അലാമൻ. ഉത്തരം അലാ കുല്ലി ഖാതിലിൻ. ചോദ്യം 2, മൻ യർജിമുസ്സാനി. ഉത്തരം ഇമാമുൻ ഔ നായിബുഹു. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ നമ്പറിലുള്ള ചോദ്യം അൽ മുഹ്സിനു ഫി ഹദ്ദിൽ ഖദ്ഫി മൻ ഹുവ. ഹദ്ദിൻ്റെ ഹദ്ഫിലുള്ള ഹദ്ദിൽ ആരാണ് ഉള്ളത്, മുഹ്സിനായിട്ടുള്ളത്? ഉത്തരം മുകല്ലഫുൻ ഹുർറുൻ മുസ്ലിമുൻ അഫീഫുൻ മിൻ സിന. മൻ ഹുവ ചോദിച്ചതിൻ്റെ ഉത്തരം മുകല്ലഫുൻ ഹുർറുൻ മുസ്ലിമുൻ അഫീഫുൻ മിൻ സിന. ചോദ്യം 4, മാദാ യുഫഅലു ബിമൻ തഅത അൽ മുസ്കിറാത്തിൽ ജാമിദാത്ത്. ഉത്തരം യുഅസ്സിറു. ചോദ്യം 5, മൻ സറഖ സാലിസൻ മാദാ യുഫഅലു. മൻ സറഖ സാലിസൻ മാദാ യുഫഅലു. ഉത്തരം യുഖ്തഉ യദുഹു അൽ യുസ്റ മിൻ കൂഇഹാ. യുഖ്തഉ യദുഹു അൽ യുസ്റ മിൻ കൂഇഹാ. ചോദ്യം 6, യുസന്നുൽ ഇസ്തിസ്ലാമു ലിസായിലിൻ മത. യുസന്നുൽ ഇസ്തിസ്ലാമു ലിസായിലിൻ മത. ഉത്തരം ഇദാ കാന മുസ്ലിമൻ മുഹിഖൂന അദ്ദമി.
ഇൻ കാന മുസ്ലിമൻ മുഹഖൂന അദ്ദമി. ചോദ്യം 7. ഇദാ അത്ലഫത് ഹിറത്തു ദജാജത്തുൻ ലമിന മാലിക്കുഹാ മത. ഇദാ അത്ലഫത് ഹിറത്തുൻ ദജാജത്തുൻ ലമിന മാലിക്കുഹാ മത. ഉത്തരം ഇൻ കാനത് മഅഹൂദതൻ ബിൽ ഇത്ലാഫി. ഇൻ കാനത് മഅബൂദതൻ ബിൽ ഇത്ലാഫി. ചോദ്യം 8. യഹ്ബിതുൽ അമലു ബിർരിദ്ദത്തി മത. യഹ്ബിതുൽ അമലു ബിർരിദ്ദത്തി മത. ഉത്തരം ഇൻ ഇത്തസലത് ബിൽ മൗത്ത്. ഇൻ ഇത്തസലത് ബിൽ മൗത്ത്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം നക്തുബുൽ അഹ്കാം, വിധികൾ എഴുതുക എന്നതാണ്. ചോദ്യം 1. അസ്സലാമു മിനൽ ആക്കിലി ലദി ഫീ ഫമിഹി തആമുൻ. അസ്സലാമു മിനൽ ആക്കിലി ലദി ഫീ ഫമിഹി തആമുൻ. ചോദ്യം 2. റദ്ദുൽ മുസ്തഹാത്തി സലാം അജ്നബിയിൻ. റദ്ദുൽ മുസ്തഹാത്തി സലാമി അജ്നബിയിൻ. ഉത്തരം ഹറാമുൻ. ചോദ്യം 3. ഇൽഹാറു ഖിതാനി ദക്കരി സുന്നത്തുൻ. ചോദ്യം 4. ഖത്ഉ സുർരിൽ മൗലൂദി അഖിബൽ വിലാദത്തി വാജിബുൻ. ചോദ്യം 5. അത്തദാവി ബിൽ ഹശീഷി. ഉത്തരം ജായിസുൻ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1. ഖതല ഉമറു റളിയല്ലാഹു അൻഹു ഖംസതൻ ഔ സബ്അതൻ ഖതലൂ റജുലൻ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരു പുരുഷനെ കൊന്ന 5 or 7 പേരെ ഉമർ റളിയല്ലാഹു അൻഹു വധിച്ചു. ചോദ്യം 2. യജിബുൽ ഖിസാസു ഫിൽ അഅളാഇ ഹൈസു അംകന മിൻ ഗൈരി ളുൽമിൻ. ഉത്തരം, അതിൻ്റെ അർത്ഥം അനീതി വരാത്ത വിധം പ്രതികാരം ചെയ്യാമെങ്കിൽ അവയവങ്ങളിലും പ്രതികാരം ചെയ്യൽ വാജിബാകും. അനീതി വരാത്ത വിധം പ്രതികാരം ചെയ്യാമെങ്കിൽ അവയവങ്ങളിലും പ്രതികാരം ചെയ്യൽ വാജിബാകും. ചോദ്യം 3. കുല്ലു ഷറാബിൻ അസ്കറ ഫഹുവ ഹറാം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും നിഷിദ്ധമാകുന്നു. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം നുബയ്യിനു, വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. ഹദ്ദു സാനി അൽ ബിക്കിരി. ഉത്തരം 100 ജൽദത്തിൻ വതഗ്രീബി ആമിൻ. 100 ജൽദത്തിൻ വതഗ്രീബി ആമിൻ. ചോദ്യം 2. അൽ ഖിസാസു, ഖിസാസ് എന്നാൽ എന്ത്? ഉത്തരം അൻ യഫ്അല ബിൽ ഫാഇലി മിസ്ലു മാ ഫഅല. അൻ യഫ്അല ബിൽ ഫാഇലി മിസ്ലു മാ ഫഅല. ചോദ്യം 3. അശ്ശഹാദത്തു, ഷഹാദത്ത് എന്നാൽ എന്താണ്? ഉത്തരം ഇഖ്ബാറു ഷഖ്സിൻ ബിഹഖ്ഖിൻ അലാ ഗൈരിഹി ബിലഫ്ദി ഇഷ്ഹദ്. ഇഖ്ബാറു ഷഖ്സിൻ ബിഹഖ്ഖിൻ അലാ ഗൈരിഹി ബിലഫ്ദി ഇഷ്ഹദ്. ചോദ്യം 4. അദ്ദഅവ, ദഅവ എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം ഇഖ്ബാറുൻ അൻ സുബൂതി ഹഖ്ഖിൻ ലഹു അലാ ഗൈരിഹി ഇൻദ ഹാകിമിൻ. ഇഖ്ബാറു
അൻ സുബൂത്തി ഹഖിൻ ലഹു അലാ ഗൈരിഹി ഇൻദ ഹാക്കിമിൻ. ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം നക്തുബുൽ മായന, അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1 ഹസ്സുൻ പ്രേരിപ്പിക്കൽ, ഹസ്സുൻ പ്രേരിപ്പിക്കൽ. ചോദ്യം 2 ഇംഹാലുൻ താമസം ചെയ്യൽ, ഇംഹാലുൻ താമസം ചെയ്യൽ. ചോദ്യം 3 ഐനാദുൻ, ഐനാദുൻ മത്സരം, ഐനാദ് മത്സരം. ചോദ്യം 4 ഹുജുറുൻ ദുഷിച്ചത്, ഹുജുറുൻ ദുഷിച്ചത്. ചോദ്യം 5 റുഷ്ദുൻ തൻ്റെ ഇടം, റുഷ്ദ് തൻ്റെ ഇടം, റുഷ്ദുൻ തൻ്റെ ഇടം. ഇനി നമുക്ക് ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പർ നോക്കാം. ദുറൂസുൽ ഇഹ്സാനിലെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുറൂസുൽ ഇഹ്സാനിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലെ ഭാഗം നൂസിലു ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. അൽ ഫിത്രതു ഫഹുവ കാഫിറുൻ, അൽ അഫ്വു അൽ ജന്നത്തു, അൽ ഖംറു തസ്ബീഹുൻ, അൽ ഇൽമു. താഴെ നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നോക്കാം. ചോദ്യം 1 മൻ അൻകറ റുഅ്യത്തല്ലാഹി ഫിൽ ആഖിറതി ഫഹുവ കാഫിറുൻ. ചോദ്യം 2 അൽ ഹുസ്ന ഫി ഖൗലിഹി തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന അൽ ജന്ന. ചോദ്യം 3 മുദാക്കറത്തുൽ ഇൽമി, മുദാക്കറത്തുൽ ഇൽമ്. ഉത്തരം തസ്ബീഹുൻ. ചോദ്യം 4 ഇമാമുൽ അമലി. ഉത്തരം അൽ ഇൽമു. ചോദ്യം 5 ഉമ്മുൽ ഖബായിസി അൽ ഖംറു. ചോദ്യം 6 മിൻ സുനനിൽ അംബിയാഇ. ഉത്തരം അൽ ഫിത്രത്തു. ചോദ്യം 7 സഫഹുൻ വ ഇഅറാദുൻ അനിൽ ഉഖൂബത്തി. ഉത്തരം അൽ അഫ്വു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുമയ്യിസു സ്വഹീഹ ബിഹാദിഹി സ്വഹീഹൻ, ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്തി വേർതിരിക്കാം. ചോദ്യം 1 ഖവായിദു തിബ്ബിൽ അബ്ദാൻ, ഖവായിദു തിബ്ബിൽ അബ്ദാൻ. ഉത്തരം സലാസത്തുൻ. ചോദ്യം 2 മറദുൻ ലാ ദവാ അലഹു. ഉത്തരം അൽ ഹറമു. ചോദ്യം 3 ലാ യുറദ്ദുൽ ഖളാഅ ഇല്ല അദ്ദുആ, ഇല്ല ദുആ. ചോദ്യം 4 ദുആഉൽ മുഅ്മിനി മുസ്തജാബുൻ യഖീനൻ. ചോദ്യം 5 ഖൈറുദ് ദവാഇ അൽ ഖുർആനു. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുബയ്യിനു വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1 മവാനിഉ തൗബ, മവാനിഉ തൗബ, തൗബയുടെ തടസ്സങ്ങൾ. ഉത്തരം 1 ഇദാ വഖഅൽ ഇയാസു മിനൽ ഹയാത്തി. 2 ഇദാ നസലൽ അദാബു. 3 ഇദാ തലഅത്തിശ് ശംസു മിൻ മഗ്രിബിഹാ. ചോദ്യം 2 ബിനാഉൽ ജന്നതി. ഉത്തരം ലബിനത്തുൻ മിൻ ഫില്ലത്തിൻ വലബിനത്തുൻ മിൻ ദഹബിൻ. ചോദ്യം 3 ലൗനു ജഹന്നം, ജഹന്നമിൻ്റെ നിറം. ഉത്തരം സൗദാഉ മള്ളിമ, സൗദാഉ മള്ളിമ. ചോദ്യം 4 അഫ്ളലു അഖ്സാമി ദിക്രി, ദിക്റിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്.
ഉത്തരം മാ കാന ബിൽ ഖൽബി വൽ ലിസാൻ. ചോദ്യം 5 ഹദ്ദു ഖസ്വി ശാരിബി. ഉത്തരം അൻ യഖുസ്സ ഹത്താ യബ്ദു തറഫ ശഫഹ. ഉത്തരം അൻ യഖുസ്സ ഹത്താ യബ്ദു തറഫ ശഫതി. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം നുജീബു, നമുക്ക് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1 മാദാ യഖൂലുല്ലാഹു ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്ന. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്താണ് അള്ളാഹു പറയുക? ഉത്തരം തുരീദൂന ഷൈഅൻ അസീദുക്കും. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ വർദ്ധിപ്പിച്ച് നൽകാം. ചോദ്യം 2 യസ്തഗ്ഫിറു കുല്ലു റതുബിൻ വയാബിസിൻ ലിമൻ. ഉത്തരം ലിൽ അൻആമി. യസ്തഗ്ഫിറു കുല്ലു റതുബിൻ വയാബിസിൻ ലിമൻ ലിൽ ആലമി. ഉത്തരം ലിൽ ആലം. ചോദ്യം 3 മസലുൽ ഉലമാഇ ഫിൽ അർളി മാ ഹുവ. ഉത്തരം കമസലിൻ നുജൂമി ഫിസ്സമാ. ചോദ്യം 4 ഇന്തിഖാസുൽ മാഇ മാ ഹുവ. ഉത്തരം അൽ ഇസ്തിൻജാഉ. ചോദ്യം 5 അഷദ്ദു അല ശൈത്വാനി മിൻ അൽഫി ആബിദിൻ മൻ. ഉത്തരം ഫഖീഹുൻ വാഹിദുൻ. ചോദ്യം 6 അൽ ബറാജിമു മാഹിയ. എന്താണ് ബറാജിം എന്ന് പറഞ്ഞാൽ? ഉത്തരം ഉഖദുൽ അസാബിഇ വ മഫാസിലുഹാ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1 ഖാലിഫുൽ മുശ്രികീന അഹ്ഫു അശ്ശവാരിബ വഅഫു അല്ലിഹിയ. ചോദ്യം 2 ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅരിദ് അനിൽ ജാഹിലീൻ. ചോദ്യം 3 ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം നുതർജിമു ബി അറബി മലയാളം. അറബി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുക. ചോദ്യം 1 ഇന്ന അഹദക്കും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശിയ്യി. അതിൻ്റെ അർത്ഥം നിശ്ചയം നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ ഇരിപ്പിടം രാവിലെയും വൈകുന്നേരവും അവൻ്റെ മേൽ വെളിവാക്കപ്പെടും. ചോദ്യം 2 നാറുക്കും ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നിങ്ങളുടെ തീ നരകതീയുടെ 70-ൽ ഒരംശമാകുന്നു. ചോദ്യം 3 മജാലിസുൽ ഇൽമി ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാമി. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ദിക്റിൻ്റെ മജ്ലിസുകൾ ഹറാമിനെയും ഹലാലിനെയും വേർതിരിക്കുന്ന മജ്ലിസുകളാണ്. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം നക്തുബുൽ മാന ബി അറബി മലയാളം. അറബി മലയാളത്തിൽ അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1 ഫുറുസാത്തുൻ സമീനത്തുൻ.
അതിൻ്റെ അർത്ഥം വില പിടിപ്പുള്ള ഒഴിവ് സമയങ്ങൾ. വില പിടിപ്പുള്ള ഒഴിവ് സമയങ്ങൾ. ചോദ്യം 2. ലം നതജാവസ് സിന്ന തഅല്ലുമി. ലം നതജാവസ് സിന്ന തഅല്ലുമി. അതിൻ്റെ അർത്ഥം പഠനപ്രായം നാം വിട്ട് കടന്നിട്ടില്ല. പഠന പ്രായം നാം വിട്ട് കടന്നിട്ടില്ല. ചോദ്യം 3. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിൻ്റെ അർത്ഥം അറിയുക, അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് മനസ്സുകൾ സമാധാനിക്കും. കൂടുതൽ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ വന്ന തദ്രീബാത്തുകളിലുള്ള ചോദ്യപേപ്പറുകൾ നമ്മൾ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, നോട്ട് പുസ്തകത്തിൽ എഴുതിയ ഭാഗങ്ങൾ ഒക്കെ പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.